അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا متى نصر الله قالوا ألا إن نصر الله قريب صدق الله مولانا العلي العظيم. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ പ്രീതി സമ്പാദിക്കാൻ ആവശ്യമായത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദര സഹോദരന്മാർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ അവരോടൊന്നിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് ഡിസംബർ 6, ലോക മുസ്ലിങ്ങൾക്ക് തന്നെ അവരുടെ ജീവിതത്തിലെ ഒരു കറുത്ത ദിനമായി, ഒരു കറുത്ത പാടായി നിലകൊള്ളുന്ന ദിനമാണ് ഇന്ന്. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്നു മാത്രമല്ല മതേതര ഇന്ത്യയുടെ നന്മ നഷ്ടപ്പെട്ട ദിനമായിട്ടാണ് ഇന്ന് ഈ ദിനത്തെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ വന്നു? 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കറിൻ്റെ ചരമവാർഷിക ദിനമാണല്ലോ. ആ ദിനത്തിലാണ് ഇത്തരമൊരു സംഗതി കർഷകർ ആ യത്തിലുള്ള ബാബരി തകർക്കുന്നത്. ആ ബാബരിയുടെ തകർച്ച കേവലം ഒരു പള്ളിയുടെ തകർച്ചയല്ല, മറിച്ച് മതേതര ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ മാറാത്ത മുറിവാണ് ശരിക്കും ഈ ബാബരി ദിനത്തിൽ ഉണ്ടായിത്തീർന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾ നടന്നു. അവസാനം സുപ്രീം കോടതി 2019 വിധി പറഞ്ഞപ്പോൾ ശരിക്കും അയോധ്യയിൽ ക്ഷേത്രമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നത് പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ച ആളുകൾക്ക് ഏതായാലും ഈ പള്ളി അവർക്ക് അങ്ങ് കൊടുക്കുക, പകരം മുസ്ലിങ്ങൾക്ക് മറ്റൊരു പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലവും ആവശ്യമായ ഫണ്ടും നൽകണമെന്ന് വിധിക്കുകയുണ്ടായി. മാത്രമല്ല ഇനി മറ്റൊരു പള്ളിയിലേക്കും ഇങ്ങനത്തെ അവകാശവാദമായ വരതി എന്നുള്ള താക്കീത് കൂടി അന്ന് കോടതി നൽകുകയുണ്ടായി. ശരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിനുശേഷം 2019 വന്നു, 24 കഴിയാറായി ആയപ്പോഴേക്ക് പ്രധാനമായ ചില പള്ളികളിലേക്ക് അവരുടെ ഈ കേസ് വീണ്ടും അവരുടെ ഞങ്ങളുടേതാണ്, ക്ഷേത്രം പണിത സ്ഥലമാണെന്ന് പറഞ്ഞ് വീണ്ടും കേസ് കൊടുക്കുകയുണ്ടായി. ഒന്ന് ഗ്യാൻവാപ്പി മസ്ജിദ്, മുഗൾ ഭരണകാലത്തുണ്ടാക്കിയ 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ്. അതിന് അവകാശവാദം ഉന്നയിച്ചു വന്നു. അതുപോലെ തന്നെ സമ്പൽ ഷാഹി മസ്ജിദ്, യുപിയിലുള്ള സമ്പൽ ഷാഹി മസ്ജിദ്, ആ മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ ഫയൽ ചെയ്തു എന്ന് മാത്രമല്ല കമ്മിറ്റിക്കും അതുപോലെ തന്നെ സർക്കാരിനേക്കും അവിടുത്തെ കോടതി നോട്ടീസ് അയച്ചു. വൈകുന്നേര സമയമായപ്പോഴേക്ക് പള്ളി അളക്കാൻ ആൾ വന്നപ്പോൾ പ്രശ്നമുണ്ടായി, വെടിവെപ്പുണ്ടായി. അതുപോലെ തന്നെ മദീനയിലുള്ള ഈദ്ഗാഹ് മസ്ജിദ് 1670 സ്ഥാപിക്കപ്പെട്ട പള്ളി, ഈ പള്ളിക്ക് വേണ്ടി അവകാശവാദം വന്നു. അതുപോലെ തന്നെ ഷംസി ഷാഹി മസ്ജിദ്
രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന 3ാമത്തെ പള്ളിയായിട്ടാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. അതിനെല്ലാം പുറമെ ഇന്ത്യൻ ജനത, മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യൻ ജനത ബഹുമാനത്തോടുകൂടെ പോവുകയും സിയാറ ചെയ്യുകയും ചെയ്യുന്ന അജ്മീർ ദർഗാ ഷരീഫ്, ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾ പാപ്പ അന്തി ഉറങ്ങുന്ന സ്ഥലം, ആ സ്ഥലവും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് വാദവുമായിട്ട് കേസുമായി വന്നു. ഇങ്ങനെ നിരന്തരം കേസുകൾ വരുമ്പോൾ അന്ന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞ ഇനി മറ്റൊന്നിലേക്കും കൈ കടത്തരുതെന്ന് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ബാബരി മസ്ജിദ് അങ്ങനെ വന്നതുമായി ബന്ധപ്പെട്ട വിധികൾ വന്നപ്പോൾ മുസ്ലിങ്ങളൊന്നും പറഞ്ഞില്ല, ആരും ഒന്നും ചെയ്തില്ല. എല്ലാം സാരല്ല, അള്ളാഹുവിൻ്റെ തീരുമാനമല്ല എന്ന രൂപത്തിൽ പോയി. ഒരു കാര്യം കൂടി പറയുന്നു. ഇത്തരം പള്ളിയിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് വന്ന വഴികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്കൊരു പള്ളി കെട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വഖഫാക്കപ്പെട്ട സ്ഥലം വേണം. സ്ഥലത്തിൻ്റെ പ്രത്യേകത ആരുടെയെങ്കിലും കബറിന്നത്തെ സ്ഥലമാകാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ മസ്തല പറയുന്ന സ്ഥലത്ത്, നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്. ഒരു അന്യരാരുടെ സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, അപഹരിച്ച് അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം സ്വീകാര്യമാകും. പക്ഷേ ചെയ്യുന്ന പണി ഹറാമാണെന്നാണ് നമ്മുടെ ഫുഖഹാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഇസ്ലാമിക് ദീനിൻ്റെ നിയമം അങ്ങനെയാണ്. അത്തരം സൂക്ഷ്മതയോടെയാണ് ആളുകളുടെ നിസ്കാരം പോലും ഉണ്ടാവുക. ഇങ്ങനെ നിസ്കരിക്കാനുള്ള പള്ളിയാകുമ്പോൾ സമ്പൂർണ്ണമായ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥലത്ത് പള്ളി നിർമ്മിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരു പള്ളി ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ ആ തന്ന ആൾ സ്ഥലത്തേക്ക് വഖഫ് ചെയ്യും. അങ്ങനെ വഖഫ് ചെയ്താൽ അത് അള്ളാഹുവിനുള്ള വഖഫായി തീർന്നു. ജനങ്ങളിൽ നിന്ന് അത് അകന്നു പോയി. അവർക്ക് വിൽക്കാനും പാടില്ല, അത് മറ്റൊരാൾക്ക് നൽകാനും പാടില്ല. മറിച്ച് മുസ്ലിങ്ങളുടെ ആവശ്യമായ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ, ഉപകാരമെടുക്കാൻ പാടുള്ളൂ. എന്നാൽ അത്തരം പവിത്രമായ രൂപത്തിലാണ് ശരിക്കും നമ്മുടെ വഖഫ് എന്നുള്ള സംവിധാനം വരുന്നത്. പക്ഷേ നമ്മുടെ മുൻഗാമികൾ തന്ന ആ പാതയിലൂടെ പോകാതെ ചില ആളുകൾ വഖഫ് മുതൽ വിൽക്കുന്ന ഒരു ദുർഗതി വന്നിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. കാരണം അത് അള്ളാഹുവിൻ്റെ ഭൂമിയാണല്ലോ, ചെയ്യാൻ പാടില്ല. ഏതായാലും ഇത്രയും പവിത്രമായ രൂപത്തിലാണ് പള്ളി ഉണ്ടാക്കുക. പിന്നെ എങ്ങനെയാണ് ക്ഷേത്രം എന്ന സ്ഥലത്ത്, ക്ഷേത്രം വേണ്ട അന്യരാളുടെ സ്ഥലത്ത് പോലും നിസ്കരിക്കാൻ പോലും പാടില്ല, അവരുടെ സമ്മതമില്ലാതെ നിസ്കരിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം എങ്ങനെയാണ് മറ്റൊരു വിശ്വാസികളുടെ ക്ഷേത്രം നിന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റ് പ്രധാനമായ സ്ഥലത്തോ പള്ളി ഉണ്ടാക്കാൻ ഒരിക്കലും ഉണ്ടാക്കില്ല. അതേ സമയത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടി ആരും നിൽക്കരുത്. അവർ ബാബരി മസ്ജിദ് ധ്വംസനവുമായി ബന്ധപ്പെട്ട് അന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആളുകളോട് സൗമ്യമായി, ആളുകളോട് ശാന്തമാകാൻ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞെല്ലാം ശാന്തമായി. അതുപോലെ തന്നെ 2019 അത് തന്നപ്പോഴും ആരും പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ തിരിയാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാവരുത്, നമുക്കകത്ത് പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും ഇത്തരം ആരോപണമായി വരുമ്പോൾ നമുക്ക് കയ്യും കേട്ട് നോക്കി നിൽക്കാൻ പാടില്ല. ഏത് രൂപത്തിലാണോ പ്രതികരിക്കാൻ കഴിയുക, ഏത് രൂപത്തിലാണോ പ്രതികരിക്കേണ്ടത്, ആ രൂപത്തിൽ തീർച്ചയായും പ്രതികരിക്കും. അതോടുകൂടി വിഷമത്തോടുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അജ്മീർ ദർഗാ ഷരീഫ്, അതിന് അവിടെ ഞങ്ങൾക്കുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുസ്ലിം നാമധാരികളായ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും രംഗത്ത് വന്നത് കണ്ടു. ദർഗകൾ അജ്മീർ മാത്രമല്ല, വേറെയും കുറേ ദർഗകൾ ഇവിടെ ഉണ്ട്, അതെല്ലാം പൊളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓശാന പാടുന്ന മുസ്ലിം നാമധാരികളുണ്ട്. അതുകൊണ്ടാണ് പണ്ട് മുതലേ വഹാബികൾ എന്ന് പറയുന്ന ആളുകൾ ആ വഹാബികളെ തള്ളണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവരാവട്ടെ അവിശ്വാസികളാവട്ടെ അവർ പോലും ബഹുമാനിക്കുന്ന ദർഗാ ഷരീഫുകൾ, അത്തരം പവിത്രമായ സ്ഥലങ്ങൾ, മഹാന്മാർ അന്തി ഉറങ്ങുന്ന സ്ഥലങ്ങൾ, ഇത്രയും പവിത്രമായ സ്ഥലങ്ങളെപ്പോലും ഒറ്റ കൊടുക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ അവരെ അടുപ്പിക്കാൻ പാടില്ല, അവരെ അകറ്റി നിർത്തേണ്ട ആളുകൾ തന്നെയാണ്. അവരാണ് വഹാബികൾ എന്ന് പറയുന്ന ആളുകൾ. ഒരിക്കലും അവരുടെ വിശ്വാസവുമായി, നമ്മുടെ മുസ്ലിം വിശ്വാസവുമായി അവർ അനുരജ്ഞനമില്ലാത്ത ആളുകളാണ്. അവർക്ക് അവരുടെ യുക്തിപരമായ ചില ചിന്തകളുണ്ട്. ആ ചിന്തകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കാറുള്ളത്. എൻ്റെ പ്രിയം നിറഞ്ഞവരെ, അത്തരമുള്ള വാക്ക് കേട്ടപ്പോൾ ഒരു വിഷമമാണ് നമുക്ക് വരിക. എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ, മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗക്കാർ, ആ വിഭാഗക്കാർ തന്നെ ആ സമൂഹത്തിനെ എതിർക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് മോശമായ പ്രവർത്തനം തന്നെയാണ്. ഏതൊരു വിശ്വാസിയുടെയും അവർക്ക് വിശ്വാസമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ലക്കും ദീനുക്കും വലിയ ദീൻ. മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവർക്കൊരു വിശ്വാസമുണ്ട് എങ്കിൽ ആ വിശ്വാസത്തെ പരസ്യമായി എതിർക്കേണ്ടതില്ല. പറയേണ്ട സ്ഥലത്ത് പറയുക,
പറയേണ്ട സ്ഥലത്ത് കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവർ ചെയ്തത് വളരെ മോശമാണ് എന്നുള്ളത് വിനയത്തോട് അപേക്ഷിക്കുകയാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, നമുക്ക് കുറേ പ്രയാസങ്ങൾ വരും, നമുക്ക് പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും. ഏത് സമയത്ത് നമുക്ക് വേണ്ടത് ക്ഷമയാണുള്ളത്. ആ ക്ഷമ കൊണ്ടാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുക. മാത്രമല്ല മുൻഗാമികളായിരിക്കുന്ന ഇസ്ലാമിനെ നിലനിർത്താൻ പള്ളിയായിരിക്കുന്ന അടയാളത്തിൽ നിലനിർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും കഷ്ടപ്പാടുകൾ വരും. എല്ലാ കഷ്ടപ്പാടും സഹിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ, അമഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലിക്കും. നിങ്ങൾ വെറുതെ ഹമസിബത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അങ്ങ് അസ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, സ്വർഗ്ഗം കാത്തിരിക്കുന്നത് വന്നോടെന്ന് പ്രവേശിക്കുക? ഇല്ല, അങ്ങനെയല്ലോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലമയത്തിക്കും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, മുൻഗാമികൾക്കുണ്ടായ പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ നിങ്ങൾ സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു മത്താ നസ്റുല്ലാഹ്, ഹത്താ യഖൂല റസൂലു മത്താ നസ്റുല്ലാഹ്. ഓരോ ആളുകൾ പറയുന്ന സന്ദർഭമുണ്ട്, റസൂൽ വല്ലദീനാമനു മത്താ നസ്റുല്ലാഹ്, വിശ്വാസികളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ അവരൊക്കെ പറയുന്ന രംഗം വരുന്നുണ്ട്, അഥവാ അത്രയും പ്രയാസങ്ങൾ വരുന്നുണ്ട്. അവർക്ക് പിന്നെ ഫഖർ, ദാരിദ്ര്യം വരുന്നുണ്ട്, പ്രയാസങ്ങൾ വരുന്നുണ്ട്, അവർ ഭൂമി കുലുക്കം പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഏത് പ്രശ്നം വന്നാലും ശരി അവരവസാനം പറയുന്ന വാക്ക് മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് വരിക? അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് വരിക? പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാകുള്ളൂ, പ്രതിസന്ധി വരുമ്പോഴേ അള്ളാഹുവിന് ഓർമ്മയുള്ളൂ. മത്താ നസ്റുല്ലാഹ്, അള്ളാഹു പറയുന്നു അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, തീർച്ച വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടുത്തേണ്ടതില്ല, പ്രയാസം നിൽക്കേണ്ടതില്ല, ഉറപ്പ് അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. തീർച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രവർത്തനമോ വിശ്വാസികളെ എതിർക്കുന്ന പ്രവർത്തനമോ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണങ്ങളെ കുറ്റം പറയുക, ആലിമ്യങ്ങളെ കുറ്റം പറയുക, അത്തരം വന്നാൽ അവരുടെ മാംസം ശരിക്കും വിഷമാണ്. ആ വിഷം നമ്മിലേക്കേറ്റാൽ അറിയാത്ത പലത്തിലേക്ക് ചാടുകയും പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ബാബിലി ദിനത്തിൽ നമുക്ക് ദുആ ചെയ്യാം. ലോക സമാധാനത്തിന് വേണ്ടി നമ്മുടെ പള്ളിയെ എതിർക്കുന്ന ആളുകൾക്ക് സൽബുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അള്ളാഹു ഇല്ലാതെയാക്കി വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ പള്ളികളെ, ആരാധനാലയങ്ങളെ നാം മരണം വരുന്നത് വരെ നമ്മുടെ ആരോടുകൂടി അടയാളത്തോടുകൂടി പരിപാലിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വഖഫുകൾ ചെയ്തിട്ടുണ്ട്. അവർക്കൊരു വഖഫിങ്ങൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം നല്ല ഉദ്ദേശമായതുകൊണ്ടാണ് വഖഫ് ചെയ്തത്. ഇപ്പോൾ മുൻപം വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ, ഞാൻ പറഞ്ഞ വഹാബികൾ, അവർ അതങ്ങ് ഒഴിവാക്കി കൊടുത്തു. അതേസമയത്ത് 1960 കാലത്ത് സ്ഥിരപ്പെട്ട സംഗതിയാണ് വഖഫാണ്, വഖഫ് ഭൂമിയുണ്ട് എന്നുള്ളത്. അത് ഇല്ല എന്ന് പറഞ്ഞു ചില ആളുകൾ നമ്മുടെ കണ്ണിൽ പൊടിയുന്നുണ്ട്. അള്ളാഹു അവരെ തൊട്ടൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.